ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞത് എക്സിനോവ ജർമ്മനി XS10 റിവ്യൂ എല്ലാം നമ്മൾ കഴിഞ്ഞതാണ്. അപ്പോൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്ന വീഡിയോസാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് വാച്ച് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും പിന്നെ വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നതും ഫോട്ടോ സെറ്റ് ചെയ്യുന്നതും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ, മൊബൈൽ ഞാനിവിടെ എടുത്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. നമുക്ക് പ്ലേ സ്റ്റോറിൽ പോകണം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോയോ ഫിറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. ഇതാണ് സാധനം. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വാച്ച് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവട്ടെ, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. സുഹൃത്തുക്കളെ, അങ്ങനത്തെ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് എക്സിനോവ ജർമ്മനിക്ക് നമ്മൾ മുമ്പെല്ലാം വന്നത് ഇതാണ്, BQT ഫിറ്റ് ആയിരുന്നിട്ട്. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം അവർ ചോദിക്കുന്ന പെർമിഷൻ അഗ്രിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ടോയോ ഫിറ്റ് എന്നുള്ളത് അതായി വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യേണ്ടതാണോ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇതെല്ലാം പോയിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യേണ്ടി വരും. നമ്മളെ മൊബൈലുമായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ വാച്ചിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കാൻ വേണ്ടി പോവാണ്. ബ്ലൂടൂത്ത് ഓൺ ആക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടനാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്കിവിടെ ബ്ലൂടൂത്ത് കാണാം. അതിന് ശേഷം നമ്മളിതാ മൊബൈലിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കി കൊടുത്തിട്ട് സെർച്ചിങ്ങിൽ പോവാണ്. ഇതിൽ നമുക്ക് കാണുന്നുണ്ടോ നമുക്ക് നോക്കണം കേട്ടോ. ഓക്കെ, ഇതവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് XS10 എന്നുള്ളത്. ഇത് നമുക്ക് പെയറാക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ പെയറാവുന്നതാണ് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഓക്കെ, ഇതിവിടെ കൊടുത്തിട്ടുണ്ട്, പെയർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് വാച്ചിൽ നോക്കി നോക്കാം. വാച്ചിൽ ഇതവിടെ കണക്റ്റ് ആയത് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ചെറിയ ലോഗോ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി നമുക്ക് ബാക്ക് അടിച്ച് പോവാം. ബാക്ക് പോയതിന് ശേഷം ഇതിലെങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഡ്രൈവിൽ പോയിട്ട് നമുക്കിതാ ചോദിക്കുന്നുണ്ട്, ലൊക്കേഷൻ ഓൺ ആക്കി കൊടുക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഓണാക്കി കൊടുക്കണം. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. ലൊക്കേഷൻ ഓണാക്കി കൊടുത്തിട്ട് നമ്മൾ ബാക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം സ്കാൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സ്കാനിങ് കാണിക്കുന്നുണ്ട് ഇവിടെ. സെർച്ച് ഇതവിടെ ഓണായി വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. അയവ ഒരുപാട് നല്ല വാൾപേപ്പറുകളെല്ലാം കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ മോറിൽ പോയിട്ട് നോക്കി നോക്കാം. അയവ സൂപ്പർ, ഒരക്ഷമില്ലാത്ത നല്ല അടിപൊളി വാൾപേപ്പറുകളുണ്ട്. ഫസ്റ്റ് നമുക്ക് എല്ലാം ഫ്രീ തന്നെയാണ് തോന്നുന്നത്. നല്ലൊരു വാൾപേപ്പർ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഒരുപാട് വാൾപേപ്പറുകൾ ഉണ്ട് കേട്ടോ. ഇതിൽ പോയേക്കാം. ഇതിൽ പോയിന്നുണ്ട്, അത് ഒരുപാട് വാൾപേപ്പർ അത് കാണുന്നുണ്ട്. നല്ലൊരു വാൾപേപ്പർ നോക്കിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതെല്ലാം സൂപ്പർ വാൾപേപ്പറുകളാണ്. ഇതെങ്ങനെയുണ്ട് നോക്കാം. നമ്മളെ കാഷ്യോടൊക്കെ പോലത്തെ കേട്ടോ. ഓക്കെ, ഇത് തന്നെ നമുക്ക് ഡൗൺലോഡിങ് കൊടുത്ത് നോക്കാം. പെട്ടെന്ന് തന്നെ കാണിക്കുന്നുണ്ട്. ഇത് വാച്ചിൽ അതിൻ്റെ ആ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് കേട്ടോ. എത്രമാത്രം നമുക്ക് ഡൗൺലോഡ് ആയതിനു ശേഷം ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, പെട്ടെന്ന് തന്നെ കണക്റ്റായി. പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവുകയും എല്ലാം കണക്റ്റിങ്ങും എല്ലാം പെട്ടെന്ന് ഇതാന്ന് പറയുമ്പോഴത്തേനും കഴിഞ്ഞ്. അടിപൊളി. അതുപോലെ തന്നെ വാച്ചിൻ്റെ ആ റിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, നല്ല പക്ക ക്ലാരിറ്റി ഉണ്ട്. നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. എന്തായാലും സൂപ്പർ, ഒരു രക്ഷമില്ല അല്ലേ. പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. നല്ല അടിപൊളി കളറും ഇതൊക്കെ ഉള്ള വാൾപേപ്പറാണ് ഞാനിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഫോട്ടോ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള വാൾപേപ്പർ ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. അത് മാത്രമല്ല, ബ്ലൂടൂത്ത് എല്ലാം പെട്ടെന്ന് കണക്റ്റ് ആയിട്ടാണ്. നല്ല പെട്ടെന്ന് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാൻ പോകുന്നത് പിക്ചർ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിക്ചർ സെറ്റ് ചെയ്യാൻ നമ്മളിതാ ഈ ഒരു ഇതിലാണ് പോകുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ഇവിടെ പ്ലസ്സിൽ ഇതിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് ക്യാമറ ഓൺ ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി കാർഡിൽ നിന്ന് നോക്കി നോക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഓക്കെ, വാൾപേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളിതാ ഇതിൽ ടച്ച് ചെയ്ത് അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കും. മെമ്മറി കാർഡ് ക്യാമറ ചോദിക്കുന്നുണ്ട്. അതിൽ ഏതിൽ വേണമെന്ന് നമുക്ക് ടച്ച് ചെയ്തിട്ട് ഇതാക്കാം. ഓക്കെ, ഞാനിത് എങ്ങനെ വരുന്നു. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഫോട്ടോസ് ഉണ്ട്. ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റാക്കാം. വരുന്നത് കാണുന്നില്ല എന്താ. ഓക്കെ ഓക്കെ ഓക്കെ
ഇല്ല, നമുക്കിതിൽ വേറെ എന്തോ ആപ്ലിക്കേഷൻ വേറെ എന്തെങ്കിലും ഓണാക്കി എടുക്കണമെന്നുള്ള അറിയില്ല. ഓക്കെ, ബാക്ക് പോയോക്കാം. പിന്നെ നമുക്കിതിൽ ഈ സംഭവം സെറ്റ് ചെയ്യാനുള്ളത് നല്ല ഓപ്ഷനെല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ. ആൾവൈസ് ഡിസ്പ്ലേയുടെ തന്നെ ഇത് ക്ലോക്ക് വൈ ടൈപ്പിലും ഇതുവഴി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ വാൾപേപ്പറാണ് സെറ്റ് ചെയ്യേണ്ടത്. വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ നോക്കട്ടെ. നെക്സ്റ്റ് പോയതിന് ശേഷം ഇതാണ് കൊടുത്തത്. പക്ഷെ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇപ്പോഴാണ് കറക്റ്റായിട്ടുള്ളത് കേട്ടോ. ഇപ്പോഴാണ് കറക്റ്റായിട്ടുള്ളത്. അതിന് ശേഷം ഇത് കൊടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളാവുന്ന കാണുന്നില്ല, നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, അപ്പം നമുക്ക് ഫോട്ടോ ഇതാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം നമുക്ക് ഈ ഒരു സംഭവം ഓണാക്കി കൊടുക്കണമായിരുന്നു കേട്ടോ. അത് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറെ കുറേ സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ടാണ് അതാവായിരുന്നത്. അതിനുശേഷം നമ്മൾ ബാക്ക് വന്നിട്ടുണ്ട്. ബാക്ക് വന്നിട്ട് ഒന്നും കൂടി ശ്രമിച്ച് നോക്കി നോക്കാം നമുക്ക് സംഭവം ശരിയാവോ ക്ലിക്കാവോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇതിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് എവിടെ വരുന്നു, ഇവിടെ വന്നതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കണം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മളിതെവിടെ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിടാം. ഓക്കെ, അതിന് ശേഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ള അറിയില്ല. എന്താണെന്നറിയില്ല, പിക്ചർ കണക്ട് ചെയ്യാൻ ഇതിൽ ആവുന്നില്ല കേട്ടോ. അതെന്താണെന്നുള്ളത് നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്താലാണ് അറിയാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ കേട്ടോ. ഇനി ഇതിൽ ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഓക്കെയാണ്. പിക്ചർ നമുക്ക് വാൾപേപ്പർ എല്ലാം ഡൗൺ ആയതാണ്. എന്താണെന്നാലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പുതിയ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും എല്ലാം കഴിഞ്ഞതാണ്. വാൾപേപ്പർ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഇനി അടുത്ത വേറെ ചെറിയൊരു വീഡിയോ ഞാൻ ഒന്നുകൂടി വിശദമായിട്ടൊന്ന് നോക്കേണ്ടി വരും. അല്ലാണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ള ഒരുപാട് എല്ലാ വാച്ചുകളും കാണുന്ന പോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഹാർട്ട് പ്രഷർ, അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് കേട്ടോ. എല്ലാം ഓക്കെയാണ്. ഡോൺ ഡിസ്റ്റർബൻസ് ഉണ്ട്, സ്ക്രീൻ ലോക്കിൻ്റെതുണ്ട്. അതിൽ നമുക്ക് 10 സെക്കൻഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ അങ്ങനെയുള്ള, പിന്നെ ക്യാമറ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു സംഭവം ഇതിൽ വന്നിട്ട്. ഇതും ഒരുപാട് വാൾപേപ്പറും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ സെറ്റ് ചെയ്യാനുള്ളത്. അത് നമ്മൾ ഇതിൽ പോയിട്ടാണ് എടുത്തത്. മെസ്സേജ് ഇതെല്ലാം ഓണാക്കിയെന്നുണ്ടാൽ നമുക്ക് ഏതൊക്കെ ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇതെല്ലാം ഓണാക്കി കൊടുക്കണ്ട. അപ്പോൾ വാട്സപ്പിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കി കൊടുക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഫോൺ കോൺടാക്റ്റുമായിട്ടുള്ളത് വാട്സപ്പിൻ്റെ അവിടെ കാണിക്കുന്നുണ്ട്, അത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ഫോൺ കോൺടാക്റ്റ് ഡയറക്റ്റ് ഇതാക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു സംഭവങ്ങൾ. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാച്ച് ഇപ്പോൾ എവിടെയും വെച്ച് മറന്നുണ്ടാൽ കാണാണ്ടായിരുന്നുണ്ടാൽ നമുക്ക് ഈ ഒരു സംഭവത്തിൽ പോയിന്നാൽ ഫിൻഡ് ഡിവൈസിൽ പോയിന്നുണ്ടാൽ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ കാണിക്കും. അങ്ങനെ ഒരുപാട്. പിന്നെ എല്ലാം സെറ്റ് ചെയ്യാനുള്ളത്, സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യാനുള്ളതും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് സ്പോർട്സ് പരമായിട്ടുള്ള അതിൽ പോകാനുള്ളത് മെയിൻ മെനുവിൽ. ഇവിടെ നമ്മളെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മളെ ഒരു ദിവസത്തെ അപ്ഡേറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡാറ്റ, നമ്മളെ പേര്, ഫോട്ടോ ഒക്കെ, അതേപോലെ തന്നെ പേര്, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ വെയിറ്റ്, അതെല്ലാം ഇതാക്കിയിട്ടുണ്ടായി ഇതിൽ സെറ്റ് ചെയ്തുകൊണ്ടാൽ നമ്മളെ ഓരോ ദിവസത്തെ നടന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡെയിലി ഫിറ്റ്നസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ആ ഒരു ഇതിൽ കാണിക്കുന്നു. ഫോട്ടോ സെറ്റ് ചെയ്യണമെന്ന് എനിക്കൊന്നും കൂടി ടൈം എടുക്കേണ്ടി വരും. അത് ഞാൻ കറക്റ്റ് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സുഹൃത്തുക്കളെ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ്. സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. എക്സിനോവ ജർമ്മനി XS10 വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നതും മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നതും പിന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡെല്ലാം ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോസ് തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.